Hello guys, എൻ്റെ പേര് ഡോക്ടർ ഫവാസ് ഉസ്മാൻ അലിക്കൽ, ഹെൽപ്പ് അബ്രോഡ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയുടെ CEO ആണ്. സോ നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത് ഫെർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. സോ എന്താണ് ഫെർഗാന മെഡിക്കൽ യൂണിവേഴ്സിറ്റി, എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ ഈ വീഡിയോ കണ്ടു വരുമ്പോഴേക്കും നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഇന്ന് രാവിലെ യാത്ര സ്റ്റാർട്ട് ചെയ്തതാണ്. അതായത് താഷ്കണ്ടിൽ നിന്ന് ഒരു 7 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ്, അതായത് ക്യാപിറ്റൽ സിറ്റിയിൽ നിന്ന് ഒരു 7 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റിയിലോട്ട് എത്തുന്നത്. അതായത് ഫസ്റ്റ് നമ്മൾ ക്യാപിറ്റൽ സിറ്റിയിൽ നിന്ന് വരുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഫെർഗാനയിലോട്ടാണ് എത്തുക, പിന്നെ ഫെർഗാനയിൽ നിന്നാണ് ആൻറ്റിജനിലോട്ട് പോവുക. ബട്ട് ഞാൻ ഇന്ന് ആദ്യം ആൻറ്റിജൻ പിടിച്ചിട്ടാണ് ഫെർഗാനയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഫെർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുന്നിലാണുള്ളത്. സോ ഫെർഗാന മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ട്രാവൽ ചെയ്യുന്ന രാജ്യത്തിലെ താഷ്കണ്ട് എന്ന് പറഞ്ഞ ക്യാപിറ്റൽ സിറ്റിയുടെ നിന്ന് ഏതാണ്ട് ഒരു 6 മണിക്കൂർ യാത്ര ചെയ്താൽ എത്തുന്ന സ്ഥലമാണ് ഫെർഗാന. ഈ ഫെർഗാനയുടെ തൊട്ടടുത്ത് തന്നെയാണ് ആൻറ്റിജൻ ഉള്ളത്. അതായത് ഒരു 1.5 മണിക്കൂർ ട്രാവൽ ചെയ്ത് എത്തുന്ന സ്ഥലമാണ് ആൻറ്റിജൻ. സോ നമ്മൾ വന്നത് ഇച്ചിരി ലേറ്റ് ആയിട്ടാണ്. ഞാനിവിടെയൊക്കെ മുന്നേ വന്നിട്ടുണ്ടെങ്കിലും സ്റ്റുഡൻസിന് സംബന്ധമായിട്ടുള്ള വീഡിയോസാണല്ലോ ഇപ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. സോ അതുകൊണ്ട് കുറച്ച് ക്യാമ്പസ് ടൂർ എടുക്കാമെന്ന് വിചാരിച്ചു. സോ നമ്മളെ കൂടെ ഈ വീഡിയോ മൊത്തം കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫെർഗാന യൂണിവേഴ്സിറ്റിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഉണ്ടാവും. ഈ ഫെർഗാന യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് സത്യത്തിൽ ഫെർഗാന യൂണിവേഴ്സിറ്റി നമ്മളുടെ മുന്നത്തെ താഷ്കണ്ടിനേക്കാളൊക്കെ മുന്നേ അറിയപ്പെട്ടിരുന്ന കോളേജാണ്. പക്ഷെ അതിനുശേഷം നമ്മളെ താഷ്കണ്ടും ബുഹാറിയും ഒക്കെ അങ്ങോട്ട് അടിച്ചു കയറി വന്ന് നോക്കുമ്പോൾ ഫെർഗാന ഒന്ന് ഇരുന്നു പോയി. പക്ഷെ ഇപ്പോൾ ഫെർഗാനയിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫെർഗാന യൂണിവേഴ്സിറ്റിയുടെ പ്രധാന അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ക്യാപിറ്റൽ സിറ്റിയിൽ നിന്ന് മാറിയുള്ള സ്ഥലങ്ങളിൽ എയർപോർട്ട് അവൈലബിൾ ആയിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് സിറ്റിയാണ് ഫെർഗാന. സോ നിങ്ങൾ ഫെർഗാനയിലോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് താഷ്കണ്ടിൽ നിന്ന് നിങ്ങൾക്ക് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് എടുത്തിട്ടാണ് ഫെർഗാനയിൽ വന്നിറങ്ങുക. 6 മണിക്കൂറോ 7 മണിക്കൂറോ നമ്മൾ കാറിലോ അതല്ലെങ്കിൽ ബസ്സിലോ യാത്ര ചെയ്യണമെന്ന് യാതൊരുവിധ നിർബന്ധമില്ല. ഹായ് 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 ഓക്കെ. സോ നമ്മൾ ഫെർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുന്നിലോട്ടാണ് പോകുന്നത്. ഫെർഗാന യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിലോട്ടാണ് പോകുന്നത്. ഫെർഗാന യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഉസ്ബെക്കിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ നമുക്ക് സെക്യൂരിറ്റി ചേട്ടനെ കാണാം. ഹായ്, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഓക്കെ. സോ നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ ഒരു സെക്കൻഡ് എൻട്രി ആണത്. നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ മെയിൻ എൻട്രൻസിലോട്ടാണ് പോകുന്നത്. സോ ഒത്തിരി ബഹളമൊക്കെ ഉള്ള ഏരിയ, അതായത് നല്ലൊരു ജനനിബിഡമായിട്ടുള്ള ഏരിയയാണ് നമ്മുടെ ഫെർഗാന യൂണിവേഴ്സിറ്റി നിൽക്കുന്നത്. നോക്കൂ, വളരെ വിശാലമായിട്ടുള്ള ക്യാമ്പസ്, വളരെ വിശാലമായിട്ടുള്ള ക്യാമ്പസ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉസ്ബെക്കിലെ ഓരോ ക്യാമ്പസസും ഭയങ്കര വലിപ്പം കൊണ്ട് നമ്മൾ ഓരോ ദിവസം എന്ത് ചെയ്യുകയാണ്, ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഗാർഡൻ, അതായത് ഈ ഉസ്ബെക്കിൻ്റെ പ്രധാന പ്രത്യേകത എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഗാർഡനും ഭയങ്കര പീസ്ഫുള്ളൊക്കെ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ്. ഇപ്പോൾ ഇവിടെ ഒരു സെലിബ്രേഷനൊക്കെ കഴിയുന്നുണ്ട്. മിക്കവാറും കുട്ടികളുടെ ഫ്രഷേഴ്സ് പാർട്ടിയുടെ, കഴിഞ്ഞ കൊല്ലത്തെ ഫ്രഷേഴ്സ് പാർട്ടിയുടെ ഒക്കെ ആയിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഈ ഫെർഗാന യൂണിവേഴ്സിറ്റിയുടെ നമുക്ക് ഈ സ്ട്രക്ചർ കാണാൻ പറ്റും. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് നമ്മൾ ആദ്യം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. സോ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ചുറ്റോറും, ക്യാമറാമാൻ മൊത്തത്തിലൊന്നും കാണിക്കൂ, അതായത് ചുറ്റോറും നമുക്കിങ്ങനെ ഒരു എൽ ഷേപ്പിലുള്ള ഒരു ബിൽഡിംഗ് ആണ് ഫെർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്ത്. സോ ഈ യൂണിവേഴ്സിറ്റി, ഈ ഒരു ബിൽഡിംഗ് 2020 മുതലാണ് ഒന്നുകൂടി വന്നിരിക്കണമെന്ന്. സോ 2020 കൊടുത്തിട്ടുണ്ട്. സോ വേറൊരു പ്രത്യേകത, അതായത് കോ കരിക്കുലർ ആക്ടിവിറ്റീസ് താല്പര്യപ്പെടുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോൾ ഗ്രൗണ്ട്. സാധാരണ എല്ലാ യൂണിവേഴ്സിറ്റിക്കും ഒരു 5-ൻ്റെ 6-ൻ്റെ ഒക്കെ ഗ്രൗണ്ട് ഉണ്ടാവുക. ഇതിപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള വലിയൊരു ഗ്രൗണ്ട് ഇതിൻ്റെ യൂണിവേഴ്സിറ്റിയുടെ തൊട്ട് മധ്യയിലുള്ള ഉദ്യാനത്തിൽ നമുക്ക് കാണാൻ പറ്റും. സോ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമുക്ക് ഫെർഗാനയിൽ പഠിക്കുന്ന ഒരു പയ്യനെ പരിചയപ്പെടാം. ഹായ് നിഹാൽ, നമുക്ക് ഫെർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള കേരളത്തിൽ നിന്നുള്ള ഒരു മലയാളി പയ്യനായിട്ട് സംസാരിക്കാം. ഹായ്, പേര് എനിക്കറിയാം, എന്നാലും ഒന്ന് പറഞ്ഞോ. നിഹാൽ, കണ്ണൂരിലാണ്. കണ്ണൂർ എവിടെയാണ്? നടാൽ ബൈപ്പാസ്. എങ്ങനെയുണ്ട് ഫെർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്? കുഴപ്പമില്ല, ഉഷാറാണ്. ഓക്കെ. ഇത് അത്യാവശ്യത്തിന് വലിയൊരു ക്യാമ്പസ് ആണല്ലോ അല്ലേ? അത്യാവശ്യം നയൻത് ക്യാമ്പസ് ഉണ്ട്. സോ ഈ ക്യാമ്പസ് അത്യാവശ്യം നല്ല ക്യാമ്പസാണ്, അതായത് അത്യാവശ്യം വലിപ്പം കാര്യങ്ങളൊക്കെ കാണാനുണ്ട് നമുക്ക്. ഓക്കെ. ഇവിടെ എന്താ സെലിബ്രേഷന്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ? നവറൂസിന്റെ സമയത്ത് ഉണ്ടായിരുന്നത്. നവറൂസ് അതെന്താ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ? ഉസ്ബെക്കിസ്ഥാൻ ട്രഡീഷണൽ ഒരു പ്രോഗ്രാമാണ്, കൾച്ചറൽ ഫെസ്റ്റിവൽ. അത് ഏതാ ഡേറ്റ് വരിക?
അങ്ങനെ പറയില്ല, ഓർമ്മയില്ല. ഓർമ്മയില്ലല്ലേ. ശരി, നിങ്ങൾ ഇവിടെ ഫുട്ബോളൊക്കെ കളിക്കാറുണ്ടോ? ഓ, ഇവിടെ ഇതെന്താ സാധാരണ അത്ലറ്റിക് ട്രാക്ക് നമ്മൾ അങ്ങനെ യൂണിവേഴ്സിറ്റി മെയിൻ ആയിട്ടുള്ള ഗ്രൗണ്ട് അവിടെയാണ്. 9th ബേസിലാണ് ഗ്രൗണ്ട് വരുന്നത്. അവിടെ നിന്നാണ് നമ്മൾ കളിക്കുന്നത്. അതായത് നിങ്ങളുടെ ഹോസ്റ്റൽസ് ഒക്കെ ഇവിടെ തന്നെയാണോ? അല്ല, ഹോസ്റ്റൽ 9th ബേസിന്റെ അവിടെയാണ്, തൊട്ട് ബാക്കിൽ തന്നെ. മെയിൻ 9th ക്യാമ്പസിന്റെ തൊട്ട് ബാക്കിലാണ് ഈ ഒരു ഹോസ്റ്റൽസ് വരുന്നത്. ഇവിടെ ലബോറട്ടറി ഒക്കെ ഉണ്ട്. ഇവിടെയാണോ നിങ്ങൾക്ക് ക്ലിനിക്കൽ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്? സിമുലേഷൻ സെന്റർ, അത് അനാട്ടമി ബിൽഡിംഗ്, ഇത് ഫിസിയോളജി, അത് ബയോകെമിസ്ട്രി, അത് ക്യാൻറ്റീൻ, അത് ലെക്ചർ ഹാള്. നമ്മുടെ മേരോയുടെ ക്ലാസ് ഒക്കെ അവിടെയാണ് കണ്ടത്. ഏതിന്റെ? മേരോ. അതായത് ഇവിടെ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾക്ക് നാട്ടിൽ പിന്നെ USMLE പ്ലാബിന്റെ ഒക്കെ കോച്ചിങ് കൊടുക്കുന്നത് ഇവിടെ കൊണ്ടാണ് അല്ലേ? സോ പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ പറ്റും ഇതിനകത്ത് ഈ നമുക്ക് ക്ലാസ്സസ് മാത്രമാണോ ഇവിടെ ഉള്ളത്? ക്ലിനിക്കൽസ് എവിടെയാണ്? ക്ലിനിക്കൽസ് പുറത്താണ്, യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ. അത് നമ്മൾ മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് താഷ്കണ്ട് മെഡിക്കൽ അക്കാഡമി ആയിക്കോട്ടെ, അതല്ലെങ്കിൽ നമ്മൾ കുറച്ച് മുന്നേ അടുത്ത ആൻഡിജെ യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ ഒക്കെ ഈ ഉസ്ബെക്കിലെ ക്യാമ്പസസ്, ക്ലാസ്സസിന്റെ ക്യാമ്പസ് അത്യാവശ്യം വലിപ്പം ഉണ്ടാവും. പിന്നെ തിയറി ക്ലാസ്സസ് ആണ് കാര്യമായിട്ട് ഇവിടെ നടക്കുക. പ്രാക്ടിക്കൽസ് അധികം യൂണിവേഴ്സിറ്റിയുടെ പുറത്ത് ഒരു ഹോസ്പിറ്റൽസിലായിരിക്കും. ഇവരുടെ ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വലിയ ഹോസ്പിറ്റൽസിലാണ്. പിന്നെ ആ ഹോസ്പിറ്റൽസ് നമുക്ക് വീഡിയോ എടുക്കുന്നതിൽ പരമാവധി ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം പേഷ്യൻസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് എപ്പോഴും റഷ് ആയിരിക്കും. ഇതാണ് അനാട്ടമി ബിൽഡിംഗ്. അനാട്ടമി ഫിസിയോളജിയും ഫസ്റ്റ് സെമസ്റ്ററിൽ ഇവിടുന്ന് കണ്ടക്ട് ചെയ്യല്. ഇവിടെ അനാട്ടമി ഫിസിയോളജി, അത് ബയോകെമിസ്ട്രി, അത് ക്യാൻറ്റീന്. ക്യാൻറ്റീൻ എങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ? ഫുഡ് നല്ല ഫുഡാണ്, ഒരു ഇന്ത്യൻ ടച്ചുള്ള ഫുഡാണ്. ഈ ക്യാൻറ്റീൻസ് ഇപ്പൊ ഞാൻ താഷ്കണ്ട് എന്നൊക്കെ ഭക്ഷണം കഴിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഫുഡൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ്. അതായത് എല്ലാ കമ്മ്യൂണിറ്റിക്കും ഇഷ്ടപ്പെടുന്ന രീതി. അത്ര സ്പൈസും അല്ല, അത്ര ലോ അല്ല. കാരണം പുറത്തുനിന്ന് ആ ഒരു ടേസ്റ്റ് ഫുഡ് കിട്ടും. ഇവിടുന്ന് ഹോസ്റ്റലിലേക്ക് എത്ര ഡിസ്റ്റൻസ് ഉണ്ട്? 1 kilometer നിയർ ബൈ. ജസ്റ്റ് 1 kilometer നിയർ ബൈ. സോ ഈ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൊത്തം ഒരു ഏക്കർ കണക്കിന്, അതായത് ഒരുപാട് ഏക്കർ കണക്കിന് വലുപ്പമുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനകത്ത് എല്ലാ ബിൽഡിങ്സും ഡിപ്പാർട്ട്മെന്റ് വൈസ് ആക്കിയിട്ട് L ഷേപ്പിൽ അവർ അല്ലെങ്കിൽ U ഷേപ്പിൽ അവർ പണിതെടുക്കുകയാണ്. എന്നിട്ട് അതിന്റെ സെന്ററിൽ അത്ലറ്റിക് ട്രാക്കും പിന്നെ ഫുട്ബോൾ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ സിമുലേഷൻ സെന്റർ, പിന്നെ ഇത് അനാട്ടമി, ഇനി ഏതൊക്കെ ബിൽഡിംഗ്? അത് ക്യാൻറ്റീന്. ക്യാൻറ്റീൻ കാണിക്കൂ. ക്യാൻറ്റീന്, പിന്നെ അത് ലെക്ചർ ഹാള്. നമുക്ക് ലെക്ചർ ഹാളിന്റെ അടുത്തേക്ക് ഒന്ന് നടക്കാം. സോ ഇതിനകത്ത് നിങ്ങൾ വെക്കേഷൻ ഒക്കെ എപ്പോഴൊക്കെ നാട്ടിലേക്ക് ഉണ്ടാവാറുള്ളത്? ആക്ച്വലി ജൂൺ ലാസ്റ്റ്. ലാസ്റ്റ് എപ്പോഴാണ് നാട്ടിലേക്ക് പോയിട്ട് വന്നപ്പോ? സെപ്റ്റംബറിൽ. ഓക്കെ ഫൈൻ. അപ്പൊ ഇനി എന്നാ പോണേ? ഇനിയിപ്പോ ജൂൺ 26 നാട്ടിലോട്ട് പോകും അല്ലേ? ശരി, ആയിക്കോട്ടെ. ഇതൊക്കെ പണ്ടത്തെ ഇപ്പൊ നമ്മളെ മുഗൾ റൂളേഴ്സിന്റെ ഒക്കെ കാലത്ത്, മുഗൾ ബോയ്സിന്റെ ഒക്കെ പോലെ അല്ലെ, ഡൽഹിയിൽ കാണുന്ന പോലത്തെ ആർക്കിടെക്ചർ ശൈലിയാണ് ഇവര് സ്വീകരിച്ചിട്ടുള്ളത്. ഇത് വേറെ ഗ്രൗണ്ട് ഉണ്ടല്ലോ, ഫുട്ബോൾ ഗ്രൗണ്ടിന് അവിടെ. ഇത് യൂണിവേഴ്സിറ്റിയുടെ സെപ്പറേറ്റ് ഗ്രൗണ്ട് ആണ്. അല്ല, അതിന് നമ്മൾ പേയ്മെന്റ് ചെയ്യണം. അതായത് ടർഫാണ്, ടർഫ് പോലെ. ഓക്കെ. അപ്പൊ അവിടെ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ? നമുക്ക് ഈ ലെക്ചർ ഹാളല്ലേ ഇത്? അത് ലെക്ചർ ഹാൾ. ഇതെന്താ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അവിടെ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നത്? അതെന്താ? എവിടെ? ഇത് അത് ഹട്ട്. ഹട്ട്. അതായത് ക്യാൻറ്റീൻ അവിടെ വന്നിട്ട് കുട്ടികൾ ഭക്ഷണം കഴിക്കും? അല്ല, നമുക്ക് അവിടെ കഴിക്കാം, പഠിക്കാം, ഇരിക്കാൻ സ്ഥലമുണ്ട്. എന്ത് ഭംഗിയായിട്ടാണ് ഓരോ മെഡിക്കൽ യൂണിവേഴ്സിറ്റി. ഇത് കാണിച്ചു കൊടുക്കൂ. അതായത് ഒരു മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഒരു കൊണ്ടു നടക്കണം നോക്കൂ. ഭയങ്കര ക്ലീൻനെസ് അല്ലേ? ഭയങ്കര ഹൈജീനാ. റൂം ആയിക്കോട്ടെ, ഡെയിലി ഓപ്പ വന്ന് ക്ലീൻ ചെയ്യും, എല്ലാ ദിവസവും അറ്റൻഡൻസ് എടുക്കും. ക്ലീനിന്റെ കാര്യത്തിലും കുറച്ചും കൂടെ ബെറ്റർ ആണ്. ഇതാണ് ലെക്ചർ ഹാള്. ലെക്ചർ ഹാള് നമ്മളെ നാട്ടിലത്തെ ഒരു ഓഡിറ്റോറിയം പോലെ ഉണ്ട് അല്ലേ? ഏകദേശം എത്ര കുട്ടികൾ അതിനകത്ത് അറ്റ് എ ടൈം കൊള്ളും? 200 കുട്ടികൾ വരെക്കും അതിനകത്ത് കൊള്ളും അല്ലേ? അപ്പോ ഇതൊക്കെ കാണുമ്പോ നമ്മളെ മുഗൾ റൂളേഴ്സിന്റെ ബിൽഡിങ്സ് പോലെ തോന്നുന്നത്. പിന്നെ ഇത് ബയോകെമിസ്ട്രിയുടെ ലാബ് അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ ആ U ഷേപ്പ് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ഉള്ളിലോട്ട് ഇപ്പൊ കയറാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, ക്ലോസ്ഡ് ആണ് ഇപ്പൊ കറന്റ്. അപ്പൊ നമുക്ക് ഞാൻ സൈഡിലോട്ട് ഒന്നുകൂടി പോവാം. ആ ഫുട്ബോൾ ഗ്രൗണ്ട് കൂടി വെച്ചിട്ട് നമുക്ക് വിഷയം അവസാനിപ്പിക്കാം. ഓക്കെ. സോ നമ്മൾ അവിടെ ഗ്രൗണ്ട് കണ്ടല്ലാണ്ട് ഇവിടെ വേറെയും ഗ്രൗണ്ട് ഉണ്ട് അല്ലേ? സോ ഞാൻ വേറെ ഇപ്പൊ നമ്മളിപ്പോ അടുത്ത് ഇവിടെ ഒളിമ്പിക്സിന്റെ, വിന്റർ ഒളിമ്പിക്സ്, ഏതൊരു ഒളിമ്പിക്സിന്റെ കാര്യം രാവിലെ ഉണ്ടായിരുന്നു. ഇന്ത്യയിലും അതുപോലെ തന്നെ ഇറാന്, തുർക്കിന്നൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. വോളിബോളിന്റെ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട്. അപ്പൊ അതായത് ഇപ്പൊ ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറഞ്ഞത് ഇന്ത്യക്കാർക്ക്, അതായത് മലയാളികൾക്ക് ഫേമസ് MBBS പഠിക്കാൻ പോയിട്ടാ. പക്ഷെ ഇവര് ലോകരാജ്യങ്ങളുടെ ഇടയിൽ അത്യാവശ്യം ഫേമസ് ആണ് തന്നെ പറയാം അല്ലേ? ഇത് ക്രിക്കറ്റ് ഗ്രൗണ്ട് ആയിരുന്നു. ക്രിക്കറ്റ് മിക്കവാറും എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സ്റ്റുഡൻസിനെ കണ്ടിട്ട് വെച്ചതായിരിക്കും. കാരണം വേറെ ആയിരിക്കെങ്കിലും അങ്ങനെ പാകിസ്ഥാൻ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോ ഇന്ത്യ പാകിസ്ഥാൻ വാശിയേറിയ മാച്ച് ഫിർഖാനിൽ വന്നിട്ട് കുട്ടികൾ കാണാറുണ്ട്. ഇത് മാത്രമല്ല, ഇപ്പോൾ ജോർജിയയിലും ഇപ്പൊ നമ്മുടെ ഉക്രൈനിലും ഒക്കെ പല സ്ഥലത്തും ഇന്ത്യ പാകിസ്ഥാന്റെ ക്രിക്കറ്റ് മാച്ചുകളൊക്കെ കുട്ടികൾ കളിക്കാറുണ്ട്. അപ്പോൾ ഭയങ്കര വാശിയായിരിക്കും. നമ്മൾ ഈ TV കാണുന്നേക്കാളൊക്കെ വാശിയായിട്ടാണ് ക്രിക്കറ്റ് മത്സരം കാണുന്നത്. ഇപ്പൊ എന്നിട്ട് ക്രിക്കറ്റ് മാറ്റിയോ? അല്ല, ഫുട്ബോൾ ഗ്രൗണ്ട് ആക്കിയോ? അണ്ടർ കൺസ്ട്രക്ഷൻ. ഇപ്പൊ വെക്കേഷൻ അല്ലേ?
ഒരു വീണ്ടും സോ എനിക്ക് തോന്നുന്നു ചിലപ്പോ നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ ഇവിടെ യുദ്ധം വരണ്ടെന്ന് വിചാരിച്ചിട്ട് ക്രിക്കറ്റ് മാറ്റിയതായിരിക്കണം അല്ലേ? ഇനി നമുക്ക് ഇങ്ങോട്ട് പോവാം. ഇതാരൊക്കെ? അവര് കോച്ച് അല്ലെങ്കിൽ പാരന്റ്സ് ആവില്ലേ? കളി കാണാൻ വന്നേ, പൈസ കൊടുത്ത് പുറത്തുള്ള ലോക്കൽസ് ആട്ടോ. അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് ട്രെയിനിങ് നടക്കുകയാണ് യൂണിവേഴ്സിറ്റിയുടെ അടുത്തുള്ള ഗ്രൗണ്ടിൽ. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു 3 ഗ്രൗണ്ടും, അതായത് ഒരെണ്ണത്തിൽ ക്രിക്കറ്റും ഒരെണ്ണത്തിൽ ഫുട്ബോളും, അടുത്തതൊന്ന് വേക്കൻ്റ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു 9th ബേസിലാണ് നമ്മുടെ വോളിബോൾ. 9th ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെർഗാനയുടെ പുതിയൊരു ബിൽഡിംഗ്, പുതിയ ക്യാമ്പസ്. അതായത് അത്യാവശ്യം പുതിയ ബിൽഡിംഗ് ആണ് അത്. അതൊരു വൈറ്റ് ഹൗസ് പോലെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല അവിടെയാണ് ക്ലാസ് ആണെങ്കിൽ കുട്ടികൾക്ക് എളുപ്പമാണ്, കാരണം തൊട്ട് ബാക്കിലാണ് ഹോസ്റ്റൽ വരുന്നത്. ഓക്കെ ഓക്കെ. നിങ്ങളെ ലൈബ്രറി ബിൽഡിംഗ് എവിടെയാണ് വരുന്നത്? ലൈബ്രറി ഇവിടെ ബയോകെമിസ്ട്രിയുടെ ഉള്ളിലാണ് വരുന്നത് അല്ലേ? ശരി ശരി ആയിക്കോട്ടെ. ഇതിപ്പോ നമ്മൾ നേരെ മെയിൻ ഡോർ എക്സിറ്റ് ചെയ്യാണ് അല്ലേ? ബാക്ക് ഡോർ ആണ്, മെയിൻ ഡോർ അപ്പുറമാണ്, ക്ലോസ് ആയി. ഓക്കെ. അപ്പോൾ ബാക്ക് ഡോർ, അതായത് നമ്മൾ മെയിൻ ഡോറിലൂടെ വന്നിട്ട് ബാക്ക് ഡോറിൽ കൂടെ പോകലാണ്. ഇവിടെ നേരെ വ്യത്യസ്തലാട്ടോ ആക്ച്വലി. ബാക്ക് ഡോർ കുറച്ച്, ഫ്രണ്ട് ഡോർ കുറച്ച് ഉള്ളേരിയയിലും ബാക്ക് ഡോർ നേരെ മെയിൻ റോഡിലേക്കും വെച്ചിരിക്കണം അല്ലേ? ഞാൻ പറഞ്ഞ സത്യമല്ലേ? എന്തിനാ? അതെനിക്കറിഞ്ഞൂടാ. കുട്ടികൾ ക്ലാസ് കട്ട് ചെയ്യുമ്പോൾ നേരെ മെയിൻ റോഡിലേക്ക് പോയിക്കോട്ടെ, കാട് ഇറങ്ങി നടക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണെന്ന് തോന്നുന്നത്. നീ വഴിയോ അങ്ങനെ. അപ്പോൾ ഇതാണ് ബാക്ക് ഡോർ അല്ല? ഞാൻ പറഞ്ഞത് കറക്റ്റാ. ബാക്ക് ഡോർ എന്താണ് റോട്ടിക്കും ഫ്രണ്ട് ഡോർ? ആദ്യം അവിടെ എൻട്രി ഉണ്ടായിരുന്നു, അത് ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ക്ലോസ് ആയിട്ടുള്ള കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ ഫെർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് ഈ വർഷം അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കുട്ടികൾ എത്രയും പെട്ടെന്ന് നമ്മുടെ തമ്പനയിലോ അതല്ലെങ്കിൽ ക്യാപ്ഷനിലോ പോയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് നമ്പറായിട്ട് നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. സോ ഫെർഗാനയിലെ ഒരു ജസ്റ്റ് യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ് ടൂർ എന്ന് പറയുക. യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിലോട്ട് നമുക്ക് അങ്ങനെ കയറാൻ പറ്റിയില്ല. സോ പിന്നെ ഫെർഗാനയുടെ ഒരു ടൗണ് ഞാൻ കാണിച്ചു തരാം. അതായത് യൂണിവേഴ്സിറ്റിയുടെ ബാക്ക് ഡോറിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ബസ് സ്റ്റോപ്പ് അവൈലബിൾ ആണ്. ബസ് സ്റ്റോപ്പൊക്കെ നമ്മളെ നാട്ടിലത്തെ പോലെ ഒന്നുമല്ല, വളരെ വലിയ സ്റ്റാൻഡേർഡുകളാണ്. പിന്നെ ഒരു 2-വേ റോഡ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് അവൈലബിൾ ആണ്, നമുക്ക് പോകാനൊക്കെ പറ്റും. അതായത് താഷ്കണ്ടിക്ക് കയറിയിട്ട് പിന്നെ അവിടുന്ന് നാട്ടിൽ പോകാൻ പറ്റും അല്ലേ? അങ്ങനെയൊക്കെ. സോ നമ്മൾ കാര്യങ്ങൾ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.